എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ. കർക്കിടക മാസം പൊതുവേ നമ്മൾ പറയുന്നത് തന്നെ രാമായണ പാരായണവും നാലമ്പല ദർശനവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാമായണം വായന നടക്കുന്നുണ്ട്, തുടങ്ങിയിട്ടുണ്ട്, പുരോഗമിക്കുന്നു. അതോടൊപ്പം നാലമ്പല ദർശനത്തിന് ഞങ്ങൾ, അതായത് കടമ്പേരി തീർത്ഥയാത്രാ സംഘം ത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളും എനിക്ക് പകർത്താൻ കഴിഞ്ഞ കാര്യങ്ങളും മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. മഴ കാരണം പലയിടത്തും നമുക്ക് ഒന്നും മൊബൈലെടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പകർത്താനോ കഴിയുന്നുണ്ടായിരുന്നില്ല. മഴ നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൃപ്പയാരപ്പൻ്റെ അടുത്ത് രാവിലെ 3 മണിക്ക് ശേഷം ഉണ്ടായ ക്യൂ ആണ്. ഞങ്ങൾ ക്യൂവിലാണ് ഇപ്പോൾ ഉള്ളത്. ജനബാഹുല്യം തന്നെയായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. തൊഴുതിറങ്ങിയവർ തിരിച്ചു വരുന്ന ആൾക്കാരാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമ്പലത്തിന് പുറത്തുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അമ്പലത്തിനകത്തേക്ക് കടക്കാനുള്ള, ചുറ്റമ്പലത്തിനകത്തേക്ക് കടക്കാനുള്ള, ശ്രീകോവിലിനല്ല ചുറ്റമ്പലത്തിനകത്തേക്ക് കടക്കാനുള്ള ക്യൂ. അതായത് പുറത്ത് നിന്ന് കവാടത്തിന് അരികിലേക്ക് ഏതാണ്ട് ഞങ്ങൾ എത്തി കഴിഞ്ഞു. അകത്തേക്ക് കടന്നതിന് ശേഷമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് നിരവധി വരികളിലായി ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ. ക്ഷമയോടെ തൃപ്പയാരപ്പനെ കാണാനുള്ള കാത്തിരിപ്പ്. അത്ഭുതപ്പെടുത്തുന്ന ജനത്തിരക്കായിരുന്നു രാവിലെ പുലർച്ചെ 4 മണിക്കൊക്കെ. പുലർച്ചെ 4 മണിയാണിപ്പോൾ സമയം. അഭൂതപൂർവമായ തിരക്കെന്ന് തന്നെ പറയാം. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പതിവ് പോലെ നടക്കുന്നു. അവിടെ പ്രാവിന് തീറ്റ ഉണ്ടായിരുന്നു. അവരൊക്കെ സമാധാനമായി വന്ന്, ഈ തിരക്കിനിടയിൽ അവരൊക്കെ സമാധാനമായി വന്ന് തീറ്റ കഴിക്കുന്നു. ഇവിടെ മീനൂട്ടാണ്. മീനൂട്ട് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണെന്ന് പറഞ്ഞ് അതിനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. വലിയ വലിയ മീനുകൾ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. അതും വഴിപാടായിട്ട് അവിടെ ചെയ്യാൻ നമുക്ക് കിട്ടുന്നുണ്ട്. പലരും ദൃശ്യങ്ങളൊക്കെ പകർത്തുന്ന തിരക്കിലാണ് മീനൂട്ടിനോടൊപ്പം. പിന്നെ വഴിപാട് ആണ് അടുത്ത അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇത്രയും ദൃശ്യങ്ങളൊക്കെ പകർത്താൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യം എന്ന് പറയാം. കാരണം ആ തിരക്കിനിടയിലും അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ എവിടെയും ശ്രീരാമ മന്ത്രം തന്നെ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അമ്പലവും വലിയ അമ്പലവും. ഞാൻ ആദ്യമായിട്ടാണ് തൃപ്പയാരപ്പനെ കാണാൻ പോകുന്നത്. ശ്രീരാമസ്വാമിയെയും ഉപദേവതകളെയൊക്കെ തൊഴുത് ഞങ്ങൾ പ്രദക്ഷിണം ചെയ്ത് വരികയാണ്.
സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഭക്തജനങ്ങൾ കാണിക്ക വന്നത് അലക്ഷ്യമായി വലിച്ചെറിയാതെ കാണിക്ക വഞ്ചികളിൽ മാത്രം നിക്ഷേപിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ദർശനത്തിനെത്തുന്നവർ തങ്ങളുടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ, പേഴ്സ്, പണം എന്നിവ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കുവാൻ ദേവസ്വം അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സ്നേഹപൂർവ്വമായ Thank you for watching my channel.